അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂളിലെ ഏറ്റവും വലിയ തിയറത്തിലേക്ക് പോവുകയാണ്. സ്റ്റോക്സ് തിയറം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ എസ് എ ക്വസ്റ്റ്യൻസിന് വരാൻ സാധ്യതയുള്ള തിയറമാണ്. സോ സ്റ്റോക്സ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ഗ്രീൻസ് തിയറത്തിൻ്റെ ഒരു ജനറലൈസേഷൻ ആണ്. ഇപ്പോൾ ഗ്രീൻസ് തിയറം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ഇൻ്റഗ്രലിനെയും ഒരു ഡബിൾ ഇൻ്റഗ്രലിനെയും കണക്ട് ചെയ്തൊരു സാധനമായിരുന്നു ഗ്രീൻസ് ഇൻ്റഗ്രൽ. ഓക്കെ, സോ സ്റ്റോക്സ് തിയറം വരുമ്പം ഒരു ലൈൻ ഇൻ്റഗ്രലിനെയും ഒരു സർഫസ് ഇൻ്റഗ്രലിനെയും കണക്ട് ചെയ്യും. അതാണ് ചെയ്യാൻ പോകുന്നത്. സർഫസ് ഇൻ്റഗ്രൽ നമ്മൾ പിന്നെ ഡബിൾ ഇൻ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സോ ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രീൻസ് തിയറമിൻ്റെ പ്ലെയിനിലാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. സോ ബേസിക്കലി അത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഓർമ്മയുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ആർ, ഇതിന് പറയുന്ന പേരാണ് സർക്കുലേഷൻ. ആ സി എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് കർവ് അല്ലേ. സോ ഇതിനെ നമ്മൾ ആക്ച്വലി എഴുതിയിരുന്നത് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് പറഞ്ഞ് എഴുതി. എന്നിട്ട് അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഇങ്ങനെയായിരുന്നു എഴുതിയത്, ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ഡി എ. അതായത് ബേസിക്കലി ഒരു ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്, ഒരു കർവുണ്ട്, കർവിൻ്റെ ഉള്ളിലുള്ള റീജിയനാണ് എ, ഈ കർവിനെ സി ആണ്. സോ ഈ കർവിന് ചുറ്റുമുള്ള ലൈൻ ഇൻ്റഗ്രലിന് പകരം നമ്മൾ അതിനെ കർവിനകത്തുള്ള ഏരിയയുടെ ഡബിൾ ഇൻ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാനിത് ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിൻ്റെ ഒരു കേളിൻ്റെ കേത്ത് കമ്പോണൻ്റ് ആണെന്നുള്ള രീതിയിൽ ഞാൻ അന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുടെ നമുക്കറിയാം. സോ ബേസിക്കലി ഇതായിരുന്നു സ്റ്റോക്സ് തീറം, ഗ്രീൻസ് തീറം. സ്റ്റോക്സ് തീറം വരുമ്പോൾ ഇതേ തന്നെ നമ്മൾ സർഫസുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മളത് പ്ലെയിനിലാവണമെന്നില്ല. ജനറൽ ആയിട്ടുള്ള ഇനി ഒരു സർഫസ് എടുക്കുകയാണെങ്കിൽ സർഫസിന് ഒരു ബൗണ്ടിങ് ആയിട്ട് കർവ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ഹെമിസ്ഫിയർ എടുക്കുമെന്ന് വിചാരിച്ചോ. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു ചിരട്ട പോലത്തെ സാധനം. ഇപ്പോൾ ചിരട്ട പോലത്തെ സാധനം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബൗണ്ടിങ് കർവ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചിരട്ടയുടെ മറ്റേ അറ്റത്തുള്ള സാധനം, ആ ഒരു റൗണ്ട് ഒരു സർക്കിൾ പോലത്തെ ഫിഗറാണ് ബൗണ്ടിങ് കർവ്. ഇതൊന്നും ബൗണ്ടിങ് കർവ് അല്ല, ഇതൊക്കെ ആക്ച്വലി സർഫസിന്റെ പോർഷൻസ് ആണ്. ഇതൊന്നും അല്ല ബൗണ്ടിങ് കർവ്. ഈ അറ്റത്തുള്ള ഈ ഒരു സാധനമാണ് ബൗണ്ടിങ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതിലേക്കൂടെ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക, ഇന്റഗ്രൽ ഓവർ സി എടുക്കണമെന്ന് വിചാരിക്കുക. സോ അതിന് പറയുന്നതാണ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ഓക്കെ, സോ സ്റ്റോക്സ് തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. സോ ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു, ഇത് ഞാൻ പറയും കേൾ എഫ് ആണ്, കേൾ എഫിന്റെ കേത്ത് കമ്പോണന്റ് ആണ്. സോ സ്റ്റോക്സ് തിയറത്തിൽ വരുമ്പോൾ ഇത് കേൾ എഫ് ഡോട്ട്, സോ ഇത് പ്ലെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സ് വൈ പ്ലെയിൻ എടുക്കുവാണെങ്കിൽ എക്സ് വൈ പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നോർമൽ വെക്ടറാണ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇവിടെ കേൾ എഫ് ഡോട്ട് കെ എന്ന് പറയുന്നത്. അതേപോലെ സ്റ്റോക്സ് തീർത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു സർഫസ് ഉണ്ടെങ്കിൽ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ എടുക്കും എൻ. സോ ഇത് വരാകുമ്പോൾ ഇങ്ങനെയാണ് കേൾ എഫ് ഡോട്ട് എൻ ഡി സിഗ്മ. അതായത് നിങ്ങളിപ്പോൾ സർഫസിൽ കൂടെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് സ്റ്റോക്സ് തീറം. അതായത് ഗ്രീൻസ് തീർത്തിൽ പഠിച്ച അതേ സാധനം സർക്കുലേഷന്റെ തന്നെ ജനറൽ സർഫസിലുള്ള ഫോർമുലയാണ് ഈ പറഞ്ഞ പോലെ സ്റ്റോക്സ് തിയറം. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് രണ്ട് മൂന്ന് പ്രോബ്ലംസും ചെയ്യുമ്പോൾ ക്ലിയർ ആവും. സോ വരാൻ തോന്നുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ വേരിഫൈ സ്റ്റോക്സ് തിയറം ചോദിക്കാം, യൂസിങ് സ്റ്റോക്സ് തിയറം കാൽക്കുലേറ്റ് ദ സർക്കുലേഷൻ ചോദിക്കാം. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഈ സർഫസ് ഇന്റഗ്രലിന്റെ എല്ലാ ഫോർമുലാസും നമുക്ക് നോക്കാം. കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ച എല്ലാ ഫോർമുലാസും നമ്മൾ ഞാനിവിടെ യൂസ് ചെയ്യും. സോ അത് നോക്കിയിട്ട് വേണം ഇത് പഠിക്കാൻ കേട്ടോ. സോ ഇവിടെ ടെക്സ്റ്റുള്ള രീതിയിൽ ഇച്ചിരി വ്യത്യാസമായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കാര്യം ഇവിടെ ഞാൻ ഇവിടെ വേറെ ഫോർമുലാസ് ആയിരിക്കും യൂസ് ചെയ്യുക. നമ്മൾ പഠിച്ച ഫോർമുലാസ് തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ എളുപ്പം ഈ മെത്തേഡിലാണ്. ഓക്കെ, അതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങളോട് പറഞ്ഞോട്ടെ. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കർവിൽ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ആ കർവിൽ അങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്താലും ഇങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്താലും ഡയറക്ഷൻ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി വാല്യൂസ് വ്യത്യാസം ഉണ്ടാവും. സോ ഇതിന് കിട്ടുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരാൻ പോകുന്ന വാല്യൂ. അതൊരു കാര്യം. അതുപോലെ ഈ എൻ വെക്ടർ എങ്ങനെ എടുക്കുമെന്ന് വെച്ചാൽ ഒരു സർഫസിൽ നിങ്ങൾ സർഫസ് എടുക്കുവാണെങ്കിൽ എൻ വെക്ടർ ഇങ്ങോട്ടും എടുക്കാം ഇങ്ങോട്ടും എടുക്കാം. ഓക്കെ, സോ ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞ സെക്ഷൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺവെൻഷൻ വെച്ചിട്ട് എൻ വെക്ടർ എടുക്കാം. ഓക്കെ, പക്ഷേ ഇത് രണ്ടും ഒരു ഇക്വാളിറ്റി ആയതുകൊണ്ട് ഇവിടെ നിങ്ങളിപ്പോൾ എടുക്കുന്ന എൻ വെക്ടർ അനുസരിച്ച് വേണം ഇപ്പുറത്ത് നിങ്ങളുടെ ഡയറക്ഷൻ എടുക്കാൻ. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ വെക്ടർ എടുക്കുവാണെങ്കിൽ അത് നിങ്ങൾ റൈറ്റ് ഹാൻഡ് തമ്പ് പിടിക്കുക. റൈറ്റ് ഹാൻഡ് തമ്പ് പിടിച്ചിട്ട് ആ ഡയറക്ഷനിൽ എൻ വെക്ടർ വെക്കുക. സോ അപ്പോൾ നിങ്ങളുടെ ഈ വിരലുകൾ കേൾ ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കണം നിങ്ങളുടെ സിയുടെ ഡയറക്ഷൻ കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ ടോപ്പിലേക്കാണ് എടുക്കുന്നതെങ്കിൽ എൻ്റെ സിയുടെ ഡയറക്ഷൻ ഇങ്ങനെ വരും, ആൻറ്റി ക്ലോക്ക് വൈസ് വരും. ഇങ്ങനെ വരുവാണെങ്കിൽ സിയുടെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ്. അതേസമയം ഞാൻ താഴോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ സിയുടെ ഡയറക്ഷൻ പറഞ്ഞാൽ നേരെ തിരിഞ്ഞു വരും. സോ ബേസിക്കലി ഇപ്പോൾ ഞാൻ താഴോട്ടാണ് ഇൻവെർട്ടർ എടുക്കുന്നതെങ്കിൽ സിയുടെ ഡയറക്ഷൻ പറഞ്ഞാൽ തിരിഞ്ഞു വരും. സോ ആ രീതിയിൽ വേണം നിങ്ങൾ ഇതിന്റെ കൺവെൻഷൻ എടുക്കുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം. എൻ നിങ്ങൾക്ക് മേളിലോട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതി ഇന്റഗ്രേറ്റ് ചെയ്യാം. ക്ലോക്ക് വൈസ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ അത് എങ്ങനെയാണെന്നുള്ളത് ഡിപ്പെൻഡിങ് അപ്പോൺ എന്നിന്റെ ചോയ്സ് പോലെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സാധാരണഗതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ ഔട്ട്സൈഡ് വെക്ടറേക്ക് എടുക്കും, സി എന്ന് പറയുമ്പോൾ മിക്കവാറും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും വരിക. ഓക്കെ, അത് പ്രോബ്ലം വരുമ്പം നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാകും. ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ വെക്ടർ അനുസരിച്ച് വേണം ഇപ്പുറത്തെ സീഡ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. ഇത് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഇന്റഗ്രേഷൻ ചെയ്യാൻ നേരത്തെ നമ്മൾ ലൈൻ ഇന്റഗ്രൽ ചെയ്യാൻ നേരത്തെ നമ്മൾ ബേസിക്കലി ഇവിടെ ആ ഒരു പാരാമീറ്റർ നിങ്ങൾ എന്താ ചെയ്യുക, ആ സീഡ് നമ്മൾ പാരാമീറ്ററൈസേഷൻസ് എഴുതും.
അപ്പോൾ ആ തീറ്റയുടെ വേരിയേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. തീറ്റയുടെ വേരിയേഷൻ എങ്ങനെ വേണം എന്നുള്ളത് ഇതനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത് എളുപ്പമാണ്, ഒന്നുമില്ല, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കത് സിമ്പിൾ ആണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, സോ ഇതാണ് സ്റ്റോക്സ് തിയറം. സ്റ്റോക്സ് തിയറം സ്റ്റേറ്റ്മെന്റ് ക്ലാസ് പറയുന്നതാണ്. സോ ഇതാണ് ഉദ്ദേശിക്കുന്നത്. കേൾ ഓഫിന്റെ വേറൊരു പേരാണ് ഡെൽ ക്രോസ് ഓഫ്, അല്ലെ? കേൾ ഓഫിന്റെ ഡെഫിനേഷൻ ഡെൽ ക്രോസ് ഓഫ്. എങ്ങനെ കേൾ ഓഫ് കണ്ടുപിടിക്കണേ? ഐ ജെ കെ, അല്ലെ? ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്, പിന്നെ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ F1 F2 F3. സോ ഇതാണ് ഡെൽ ക്രോസ് എഫ് എന്ന് കേൾ ഓഫിന് വിളിക്കുന്നത്. സോ ഇതാണ് ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ ഡി ഡി സിഗ്മ. സോ ഇവിടെ ഓറിയന്റഡ് സർഫസ് എന്ന് പറയുന്നുണ്ട്. ഓറിയന്റഡ് സർഫസ് ആണ് സർഫസും വിത്ത് എൻ ഓറിയന്റേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, സർഫസ് വിത്ത് എ ഡയറക്ഷൻ, ഒരു എൻ വെക്ടർ ഉള്ളതിനാണ് ഓറിയന്റഡ് സർഫസ് പറഞ്ഞിരിക്കുന്നത്. എൻ ഔട്ട്സൈഡ് വെക്ടർ ആയിട്ടാണ് എൻ എടുക്കുവാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കൗണ്ടർ ക്ലോക്ക് വൈസ് കൊടുക്കണം. അത് ഡിപ്പെൻഡിങ് അപ്പോൺ പ്രോബ്ലം ആണ്. നിങ്ങൾ എൻ തിരിച്ചാണ് കൊടുക്കുന്നെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആയിട്ട് വരും. ഓക്കെ, അതായത് ഞാൻ ഫിഗർ കാണിച്ചു തരാം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ ഓക്കെ ഓക്കെ, സോ അതായത് ഇവിടെ നോക്കിയേ. സോ ഇവിടെ ഒരു ഫിഗർ നോക്കിയേ. സോ ഇവിടെ എൻ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. എൻ കൊടുത്തിരിക്കുന്നത് ഈ ഡയറക്ഷനിലാണ്. അപ്പൊ നിങ്ങളുടെ സർക്കുലേഷൻ പോകേണ്ടത് ഏത് ഡയറക്ഷനിൽ പോകണം എന്നുള്ള ഫിഗർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് പോകണം. കണ്ട, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് പോകണം. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ. ഇവിടെയാണ് ഈ ഡയറക്ഷനിലാണ് എടുക്കുന്നത്. സോ ദാറ്റ് മീൻസ് യു ഹാവ് ടു ടേക്ക്, നിങ്ങളുടെ ഈ വിരലുകൾ പോകുന്നത് ഈ ഡയറക്ഷനിലാണ്. നിങ്ങൾ വിരലൊന്ന് പിടിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ പോകുകയാണെങ്കിൽ വിരലുകൾ പോകേണ്ടത് ഈ ഡയറക്ഷനിലാണ്. സോ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഈസ് ഹൗ യു ലുക്ക് അറ്റ് ദ ഡയറക്ഷൻ. ഓക്കെ, സോ അതുപോലെ തന്നെ ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിനിലായിരുന്നു. പ്ലെയിനിലുള്ള അതേ പരിപാടി അവിടെ, പക്ഷെ നമുക്ക് കെ വെക്ടർ എടുത്തത്. ഇവിടെ നമുക്ക് ജനറൽ ആയിട്ടുള്ള സർഫസിലാണ്. സോ അതുകൊണ്ട് എൻ വെക്ടറാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. സോ എന്റെ കൂടെ തന്നെ ചെയ്യണത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എസ് ഐ പ്രോബ്ലംസ് ഒക്കെ വരാൻ പോകുന്നതാണ്. വെരിഫൈ സ്റ്റോക്സ് തിയറം ഫോർ ദ ഹെമിസ്ഫിയർ x square plus y square plus z square is equal to 9, z greater or equal to 0, its bounding circle C and the field yi minus xj. ഓക്കെ, സോ ആദ്യം സ്റ്റോക്സ് തിയറം എല്ലാവരും എഴുതിക്കുക. എന്താണ് സ്റ്റോക്സ് തിയറം പറയണേ? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ആർ എല്ലാവരും പഠിച്ചോണം. ഇറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഓഫ് കേൾ ഓഫ് ഡോട്ട് എൻ ഡി സിഗ്മ. ഓക്കെ, ഞാൻ ഇവിടെ ടെക്സ്റ്റ് കൊടുത്ത രീതിയല്ല ചെയ്യുന്നത്, വേറെ രീതി ചെയ്യുന്നത്. പല ഫോർമുലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി അവിടെ ചെയ്യാൻ പോകുന്ന നിങ്ങൾ മറ്റൊരു ഫോർമുലയാണ്. അതായത് നമ്മൾ ഫ്ലക്സിന്റെ ഒരു ഫോർമുല പഠിച്ചാൽ നമുക്ക് ഓർമ്മയുണ്ടോ? എഫ് ഡോട്ട് എൻ ഡി സിഗ്മ നമ്മൾ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്? എഫ് ഡോട്ട് ഡെൽ ജി ബൈ മോഡുലസ് ഓഫ് ഡെൽ ജി ഡോട്ട് പി ഡി. അതായത് ആ സർഫസ് നേരെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യും. എന്നിട്ട് ഡെൽ ജി എന്ന് പറഞ്ഞാൽ സർഫസിന്റെ ഫോർമുല ഇപ്പോൾ ജി ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു സി ആണെങ്കിൽ അതാണ് ഡെൽ ജി ബൈ ഡെൽ ജി ഡോട്ട് പി എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിലേക്കാണെങ്കിൽ പി എന്ന് പറഞ്ഞാൽ കെ ആവും, പിന്നെ എക്സ് വൈ പ്ലെയിനിന്റെ സാധനം. സോ ആ ഒരു ഫോർമുലയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കുറച്ചും കൂടെ സിമ്പിൾ ആണ് ടെക്സ്റ്റിലുള്ള ഫോർമുലയേക്കാൾ. ടെക്സ്റ്റിലാണ് അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ എൻ കണ്ടുപിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ ഡെൽ ജി ബൈ മോഡ് ഡെൽ ജി എടുക്കും. പിന്നെ സർഫസിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സമയം എടുക്കും. പക്ഷേ ഈ ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഫോർമുലയോട് എഴുതുവാണ്. എഫിന് ഒരു കേൾ ഓഫ് ആണ്. കേൾ ഓഫ് ഡോട്ട് ഡെൽ ജി ബൈ മോഡ് ഡെൽ ജി ഡോട്ട് പി ഡി എ. ഓക്കെ, സോ ഈ ഫോർമുലയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ജി എന്ന് പറഞ്ഞാൽ സർഫസിന്റെ ഫോർമുലയാണ്. ഇവിടെ ഓൾറെഡി സർഫസ് തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 9. ഓക്കെ, സോ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ആദ്യം ഈ സർഫസ് നമുക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഇപ്പോൾ ഇതൊരു ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ സ്പിയറിന്റെ ഒരു ടോപ്പ് ആണ്. ഇസഡ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ അപ്പർ പോർഷൻ ആയിട്ട് വരും. സോ ബേസിക്കലി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ടൈപ്പ് സാധനമാണ് ഈ സാധനം. ഓക്കെ, സോ ഇതിന്റെ ബൗണ്ടിങ് കർവ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഈ കാണുന്ന സർക്കിൾ ആണ് അതിന്റെ ബൗണ്ടിങ് കർവ്. ശരിയല്ലേ? ഓക്കെ, സോ ബേസിക്കലി ഫിഗർ എന്ന് പറഞ്ഞാൽ ഇത് വരും. ഇതാക്കും. സോ ഈ ഒരു സർഫസ് വരും. ബൗണ്ടിങ് കർവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ് അതിന്റെ ബൗണ്ടിങ് കർവ്. ക്ലിയർ അല്ലേ? എന്താണ് അതിന്റെ വാല്യൂ? ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 ആണ് ഈ പ്രോബ്ലത്തിൽ. സോ ഇവിടെ വരുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 വരും. ഓക്കെ, സോ അതുപോലെ തന്നെ ഞാനിപ്പം ആ ഡയറക്ഷൻ്റെ കാര്യം നമുക്ക് എടുക്കാം. നമുക്കിപ്പം യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇസഡ് ഡയറക്ഷനാണ് എടുക്കുന്നത് വിചാരിക്കുക. അതായത് നമ്മുടെ കെ ആണ് എടുക്കുന്നത്. അപ്പം നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ബൗണ്ടിങ് വെക്ടർ എങ്ങനെ വരും? ഏത് ഡയറക്ഷനാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ, സോ ബേസിക്കലി ഈ സർക്കിൾ നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. നോക്കിയേ, എക്സിൽ നിന്ന് കൗണ്ടർ ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ബേസിക്കലി ഇത് അവിടെ എക്സ് ഇവിടെ ഉണ്ട്, എക്സിൽ നിന്ന് വൈയിലേക്ക്. സോ ഈ രീതിയിൽ വേണം എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. ഇത്രയും മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. ഓക്കെ, സോ മിക്കവാറും എല്ലാ പ്രോബ്ലംസിലും കൗണ്ടർ ക്ലോക്ക് വൈസ് ഓറിയന്റേഷൻ തന്നെയായിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കാം ഇനി എന്താ പ്രോബ്ലം. നമുക്ക് വേണ്ടത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ഓക്കെ, സോ ഇതെങ്ങനെ കണ്ടുപിടിക്കണേ? ആദ്യം നമുക്ക് ഇവിടുത്തെ സർക്കിൾ ഇപ്പോൾ നമ്മുടെ ബൗണ്ടിങ് കർവ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 ആണ്. സോ ആദ്യം നമ്മൾ എങ്ങനെ പ്രോബ്ലം ചെയ്യും? ആദ്യം ആർ എഴുതണം. ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് ഐ പ്ലസ് വൈ ജെ. അപ്പോൾ ഈ സർക്കിളിൽ നമ്മൾ പാരാമീറ്ററൈസ് ചെയ്യണം. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 എന്ന് പറയുമ്പോൾ എന്തോ അത് 3 കോസ് തീറ്റ ഐ പ്ലസ്
3 സൈൻ തീറ്റ ജെ ആണ് എൻ്റെ ആർ. പാരാമട്രൈസ് ആയാലും അപ്പോൾ ഡി ആർ എന്താവും? ഡി ആർ എന്ന് പറഞ്ഞാൽ -3 സൈൻ തീറ്റ ആയി പ്ലസ് 3 കോസ് തീറ്റ ജെ. ഓക്കെ, ഇപ്പൊ എഫ് എന്താണ്? എഫ് തന്നിട്ടുണ്ട്. എഫ് എത്രയാ? എഫ് എന്ന് പറഞ്ഞാൽ വൈ ആയി മൈനസ് എക്സ് ജെ ആണ്. സോ ഈ പ്രോബ്ലത്തിൽ വരുമ്പോൾ വൈ എന്ന് പറഞ്ഞാൽ 3 സൈൻ തീറ്റ ആണ്. സോ 3 സൈൻ തീറ്റ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 3 കോസ് തീറ്റ ജെ. സോ 3 സൈൻ തീറ്റ ആയി -3 കോസ് തീറ്റ ആണ്. സോ എഫ് ഡോട്ട് ഡി ആർ കാണുക. എഫ് ഡോട്ട് ഡി ആർ എത്ര വരും? സോ ഇതെന്താ പറയുക? -9 സൈൻ സ്ക്വയർ തീറ്റ, ഐയുടെ കൂടെയുള്ള മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ജെയുടെ കൂടെയുള്ള -9 കോസ് സ്ക്വയർ തീറ്റ വരും. അതായത് വരാൻ പോകുന്നത് എത്രയാണ്? -9 വരും. ശരിയല്ലേ? ഓക്കെ. സോ നിങ്ങൾ ഇന്റഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്റഗ്രൽ -9 ഡി തീറ്റ. ഓൾസോ തീറ്റയുടെ വേരിയേഷൻ എന്താണ്? തീറ്റ ഈസ് ഫ്രം സർക്കിൾ ആയതുകൊണ്ട് 0 to 2π ആവും. സോ ആൻസർ ഈസ് -18π ആണ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ക്ലിയർ ആയാലും സാധാരണ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സർഫസ് ഇന്റഗ്രൽ നോക്കാം. സർഫസ് ഇന്റഗ്രൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഞാൻ യൂസ് ചെയ്യുന്ന പോലെ ഫോർമുലയാണ് നമ്മുടെ ദിസ് ഇസ് ഈക്വലി ഈക്വൽ ടു കേൾ എഫിന്റെ ഫോർമുല പറഞ്ഞു ഇന്റഗ്രൽ കേൾ എഫ് ഡോട്ട് എൻ ഡി സിഗ്മ ആയിരുന്നു ഗ്രീൻ സ്റ്റോക്സ് തിയറം പറയുന്നത്. നമ്മൾ കേൾ എഫ് ഡോട്ട് ഡെൽ ജി ബൈ മോഡ് ഡെൽ ജി ഡോട്ട് പി ഡി എ ആക്കും. വേർ ഐ എം ഗോയിങ് ടു പ്രൊജക്ട് ഇൻ എക്സ് വൈ പ്ലെയിൻ. സോ പി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കെ ആവും. അപ്പൊ ഇനി വേറെ എന്തൊക്കെ വേണം? നമുക്കിനി കേൾ എഫ് വേണം, ഡെൽ ജി വേണം. ഓക്കെ, ഈ രണ്ട് സാധനങ്ങളൊക്കെ വേണം. ഓക്കെ, സോ ഇവിടെ ജി നോക്കാം. ജി എത്രയാണ്? തന്നിരിക്കുന്ന സർഫസ് ആണ് x² + y² + z² ഈസ് ഈക്വൽ ടു 9. സോ x² + y² + z² ഈസ് ഈക്വൽ ടു 9 ആണ്. സോ ഡെൽ എഫ് എത്ര വരും? 2x ആയി. അതായത് വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പ്ലസ് വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പ്ലസ് വിത്ത് റെസ്പെക്ട് z ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ എന്ത്? ഡെൽ ജി. ഓക്കെ, ഇനി ഡെൽ ജി ഡോട്ട് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഡെൽ ജി ഡോട്ട് കെ വരും. അതായത് 2z വരും. സോ അതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് 2z ആണ്. സോ ബേസിക്കലി അത് 2z തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ z ഈസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, എളുപ്പമല്ലേ? ഇനി എന്താ വേണ്ടത്? കേൾ എഫ് വേണം. എഫ് എത്രയാ? എഫ് വൈ ഐ മൈനസ് എക്സ് ജെ ആണ്. സോ എഫ് ഈസ് ഈക്വൽ ടു വൈ ഐ മൈനസ് എക്സ് ജി ആണ്. സോ കേൾ എഫ് എത്ര വരും? കേൾ എഫ് പറയും ഫോർമുല എഴുതുക. എന്താ ഫോർമുല? ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് വൈ മൈനസ് എക്സ് 0. സോ ഐ എത്ര? ഐ ഈസ് ഈക്വൽ ടു ഇത് 0 ആവും അല്ലേ? ഡോ ബൈ ഡോ ബൈ ഓഫ് 0 0 ഡോ ബൈ ഡോ ഇസഡ് ഓഫ് മൈനസ് എക്സ് 0 മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് 0 0 ഡോ ബൈ ഡോ അത് 0 വരും, പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് എക്സ് -1 വരും. ഡോ ബൈ ഡോ ബൈ എന്ന് പറയുമ്പോൾ വീണ്ടും -1 വരും. സോ യു വിൽ ബി ഗെറ്റിംഗ് -2k. സോ കേൾ എഫ് -2k വരും. ഓക്കെ, സോ കേൾ എഫ് -2k വരും. ഓക്കെ, ശരി. അപ്പൊ എന്താ വേണ്ട നമുക്കിനി? കേൾ നമ്മുടെ ഫോർമുല നോക്കിയേ, കേൾ എഫ് ഡോട്ട് ഡെൽ ജി. അപ്പൊ കേൾ എഫ് ഡോട്ട് ഡെൽ ജി എന്ന് പറഞ്ഞാൽ -2k ഡോട്ട് ഡെൽ ജി എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഇതെന്ത് വരും? -4z വരും. ശരിയല്ലേ? അതായത് നമുക്ക് kth കമ്പോണൻസ് കൂടെയുള്ള മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ബാക്കിയെല്ലാം 0 ആണ്. സോ വിൽ ബി ഗെറ്റിംഗ് -4z. ഓക്കെ, സോ ദിസ് ഇസ് ആക്ച്വലി ഡബിൾ ഇന്റഗ്രൽ ഓഫ് സർഫസ് ഡബിൾ ഇന്റഗ്രൽ ഓഫ് -4z ബൈ ഓൾറെഡി നമ്മൾ ഡോൾ ജി ഡോട്ട് കെ എന്ന് പറഞ്ഞ 2z കിട്ടിയിട്ടുണ്ട്, ഡി എ വരും. സോ ദിസ് ഇസ് ആക്ച്വലി ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓഫ് -2 ഡി എ ആണ്. സോ ഇത് ആക്ച്വലി -2 ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ഓഫ് ഡി എ വരും. ഈ റീജിയൻ നോക്കിയാൽ നമ്മൾ ഈ സർഫസിനെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? ആ സർക്കുലാർ ഡിസ്ക് വരും, കംപ്ലീറ്റ് ഡിസ്ക് വരും. സോ ബേസിക്കലി അതിന്റെ ഏരിയയാണ് ഈ പറഞ്ഞ സാധനം. സോ ഏരിയ എത്ര വരും? ഏരിയ എന്ന് പറഞ്ഞാൽ -2 ഇൻറ്റു πr² ആണ്. ഇവിടെ ആർ എത്രയാ? ഈ സർക്കുലാർ ഡിസ്കിന്റെ റേഡിയസ് എത്രയാ? x² + y² ഈസ് ഈക്വൽ ടു 9 ആണ്. സോ റേഡിയസ് എന്ന് പറയുമ്പോൾ 3 വരും. സോ ആക്ച്വലി -2π ഇൻറ്റു 3², അതായത് 9 വരും. സോ യുവർ ഗെറ്റിംഗ് ആൻസർ ആസ് 18π. അത് തന്നെയായിരുന്നു നേരത്തെ കിട്ടിയത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ വെരിഫിക്കേഷൻ. സോ ഇതാണ് സ്റ്റോക്സ് തിയറം. അതായത് നിങ്ങൾ ആ ഫോർമുല എഴുതുക, ഈ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ട് ചെയ്യണം. സോ അതിനു വേണ്ടി നിങ്ങൾ ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ അറിയണം, അതുപോലെ സർഫസ് ഇന്റഗ്രൽ കണ്ടുപിടിക്കാനും അറിയണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, ഫൈൻഡ് ദ സർക്കുലേഷൻ ഓഫ് ദ ഫീൽഡ് എഫ് ഈസ് ഈക്വൽ ടു x² - yi plus 4zj plus x²k around the curve C in which the plane z is equal to 2 meets the cone z is equal to √x² + y² counterclockwise as viewed from above. Okay,
സോ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലേഷൻ കണ്ടുപിടിക്കാൻ മാത്രമേ ഉള്ളൂ. സോ ഞാനിവിടെ നമുക്ക് വെരിഫിക്കേഷൻ വേണ്ട. അപ്പോൾ ഫോർമുല എഴുതാമല്ലോ. ഫോർമുല എന്താണ്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ, അതാണ് നമ്മുടെ സർക്കുലേഷൻ. അതിന്റെ ഫോർമുല എന്താണ്? കേൾ എഫ് അല്ലെ, കേൾ എഫ് ഡോട്ട് എൻ ഡി സി. ഓക്കെ, അതായത് വരാൻ പോകുന്നത് കേൾ എഫ് ഡോട്ട് ഡെൽ ജി ബൈ ഡെൽ ജി ഡോട്ട് പി ഡി എ. ഇതാണ് കണ്ടുപിടിക്കുന്നത്, ശരിയല്ലേ? എഫ് ഉണ്ട്, കേൾ എഫ് ഉണ്ട്, ഇനി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫിഗർ സർഫസ് നമുക്ക് നോക്കാം. സർഫസ് എന്താണ്? കോണാണ്. കോൺ എന്ന് പറഞ്ഞാൽ ഇസഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പം ഇത് ഷേപ്പ് വരുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ എക്സും വൈയും സീറോ ആണെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ പോയിന്റ് കിട്ടും, 0 0. എക്സും വൈയും 1 ആണെങ്കിൽ ഒരു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയ സർക്കിൾ വരും. അതുപോലെ ഇസഡ് 2 ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2 പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയ സർക്കിൾ. സോ ബേസിക്കലി ഇതാണ് ആ സാധനം. ഈ സാധനമാണ് ഈ പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു കോണ് ഇസഡ് ഈസ് ഈക്വൽ ടു വെച്ച് കട്ട് ചെയ്തു. സോ ഈ കോണ് ഇതിനകത്തുള്ള ഇതാണ് നമ്മുടെ സർഫസ്. ഓക്കെ, ഇനി ഇത് എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എന്ത് റീജിയൻ കിട്ടും നിങ്ങൾക്ക്? നേരെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? വരാൻ പോകുന്നത് ഇതാ ഈ ഒരു സർക്കുലർ ഡിസ്ക് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഇത്രയും ഐഡിയാസ് മനസ്സിലുണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ഡെൽ ജി എടുക്കണമെങ്കിൽ ഡെൽ ജി ഇപ്പോൾ എങ്ങനെ എടുക്കാം? എനിക്ക് വേണമെങ്കിൽ ഇസഡ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ. സോ ബേസിക്കലി ഇവിടെ ഇങ്ങനെ ഡെൽ ജി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. കാരണം എന്താ, ഇസഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പം നിങ്ങൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഒക്കെ എടുക്കുമ്പോൾ റൂട്ട് ഒരു പാടാണ്. അതിങ്ങനെ തന്നെ ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ് ഞാൻ ഡെൽ ജി എടുക്കാൻ പോകുന്നത്, അല്ലെ ജി എടുക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി വേറെ കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ ഇഷ്ടമുള്ള രീതി യൂണിറ്റ് വെക്ടർ എടുക്കും. ഞാൻ ആക്ച്വലി യൂണിറ്റ് വെക്ടർ ഈ ഡയറക്ഷൻ എടുക്കണമെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇത് ഇസഡിന്റെ പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. സോ ഞാൻ ഇവിടെ ഇസഡ് പോസിറ്റീവ് വരുന്ന രീതിയിലാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് തിരിച്ചുള്ള ഡയറക്ഷൻ എടുക്കാം, അപ്പോൾ നേരെ തിരിച്ചു വരുമെന്ന് മാത്രം. അപ്പോൾ ഇസഡ് പോസിറ്റീവ് വരുന്ന രീതിയിലാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഞാൻ എടുക്കാൻ പോകുന്ന ഇക്വേഷൻ ഇതായിരിക്കും: ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, അതല്ല ഇസഡ് നേരെ നിങ്ങൾ ഡയറക്ഷൻ താഴോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ എന്ന് എടുക്കണം. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഇത് കൈയെന്ന് വെച്ച് നോക്കിയാൽ നിങ്ങളിത് ഈ ഒരു ബൗണ്ടിങ് സർക്കിളിൽ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ദിസ് ഇന്റഗ്രേഷൻ വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. കൗണ്ടർ ക്ലോക്ക് വൈസ് തന്നെ വരും. അപ്പോൾ അതായത് ഇവിടെ തന്നിരിക്കുന്ന പ്രോബ്ലം കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെ വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഡയറക്ഷനിൽ തന്നെ എടുത്തിരിക്കുന്നത്. കാര്യം കൗണ്ടർ ക്ലോക്ക് വൈസ് എടുക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൗണ്ടർ ക്ലോക്ക് വൈസ് ആസ് വ്യൂഡ് ഫ്രം ദ എബവ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ ഡയറക്ഷൻ എടുത്തത്, അതായത് ഇസഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഡയറക്ഷൻ എടുത്തത്. അതുകൊണ്ടാണ് ഇത് ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് ഞാൻ സർഫസിന് എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി കൗണ്ടർ ക്ലോക്ക് വൈസ് ആസ് വ്യൂഡ് ഫ്രം എബവ് എന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ പറഞ്ഞതാണ്. വേറൊന്നുമില്ല, നമ്മൾ സാധാരണ കാണുന്നത് ആസ് വ്യൂഡ് ഫ്രം എബവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ബുക്കിൽ എങ്ങനെയാണോ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കാണുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം നമ്മുടെ ബുക്കിന്റെ പുറകിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുത്തിട്ട് അതിന്റെ പുറകിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ക്ലോക്ക് വൈസ് ആയിട്ട് തോന്നും. ഒരു മിററിനകത്ത് നിങ്ങൾ ഒരു ക്ലോക്ക് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ തിരിയുന്നത് പോലെ നേരെ തിരിച്ചായിരിക്കും തിരിയുന്നത്. ഓക്കെ, സോ ഫ്രം ബിലോ ഇഫ് യു ലുക്ക് അറ്റ് നിങ്ങളുടെ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് തോന്നും. അത് അപ്പൊ അങ്ങനെ അതാണ് ആ ഒരു സാധനം. സോ ഫ്രം എബോ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ കൗണ്ടർ ക്ലോക്ക് വൈസ് ഫ്രം ബിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി ശരിക്കുള്ളത് ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, സോ ക്ലോക്ക് വൈസ് ഫ്രം ബിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ളത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കും. സോ ഓക്കെ, സോ കൗണ്ടർ ക്ലോക്ക് വൈസ് ഫ്രം എബോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കേണ്ട, സാധാരണ എന്താണോ കൗണ്ടർ ക്ലോക്ക് വൈസ് അതാണ് കൗണ്ടർ ക്ലോക്ക് വൈസ്. സോ മിക്കവാറും എല്ലാ പ്രോബ്ലംസിനകത്തും കൗണ്ടർ ക്ലോക്ക് വൈസ് ഫ്രം എബോ എന്നും ഉണ്ടാവും. സോ എബോ എന്നുള്ളതാണെങ്കിൽ ഒന്നുമില്ലാതെ കൗണ്ടർ ക്ലോക്ക് വൈസ് തന്നെയായിരിക്കും. പക്ഷെ ഫ്രം ബിലോ എന്നാണ് പറയുന്നതെങ്കിൽ അത് തിരിച്ചായിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? നമ്മൾ എന്തുകൊണ്ടാണ് ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആക്കുന്നത്? നമ്മുടെ ഡിഫറൻസിയേഷൻ കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ സ്ക്വയർ റൂട്ടിൻ്റെയൊക്കെ നമ്മൾ 1/2 റൂട്ട് എന്നൊക്കെ പറഞ്ഞ് ചെയ്യേണ്ടി വരും. അതുപോലെ എന്തുകൊണ്ടാണ് ഞാൻ ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് പോസിറ്റീവ് ആക്കി വെക്കാനാണ്. കാര്യം ഞാനിവിടെ നോർമൽ എടുക്കുന്നത് ആ ഇസഡിന്റെ പോസിറ്റീവ് ഡയറക്ഷനിലാണ് ഞാൻ നോർമൽ എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഓക്കെ, നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. സോ നമുക്ക് എന്താ വേണം? ഡെൽ ജി വേണം, കേൾ എഫ് വേണം. ഫസ്റ്റ് ഓഫ് ഓൾ കേൾ എഫ് കണ്ടുപിടിക്കാം. എഫ് തന്നിട്ടുണ്ടല്ലോ, കേൾ എഫ് എന്തായാലും എല്ലാവരും കേൾ എഫ് കണ്ടുപിടിച്ചാൽ. കേൾ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്, മറ്റേത് എക്സ് സ്ക്വയർ മൈനസ് വൈ 4z എക്സ് സ്ക്വയർ. ക്ലിയർ ആണല്ലോ? സോ ദാറ്റ് ഈസ് ഐ ഇൻറ്റു, ശ്രദ്ധിച്ച് ചെയ്യണം, ഡോ ബൈ ഓഫ് എക്സ് സ്ക്വയർ 0, ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 4z എന്ന് പറയുമ്പോൾ -4 വരും. ശരിയല്ലേ? ശരിയാണോ?
മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ 2x വരും. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ 0 വരും. പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഫോർ ഇസഡ് 0 വരും. അതുപോലെ ഡോ ബൈ ഡോ വൈ എക്സ് സ്ക്വയർ മൈനസ് വൈ -1 വരും. സോ പക്ഷേ മൈനസ് ഓഫ് -1 പറയുമ്പോൾ പ്ലസ് വരും. സോ പ്ലസ് വരും. സോ ബേസിക്കലി ദിസ് ഇസ് -4i അല്ലേ? പിന്നെ പ്ലസ് 2xj പ്ലസ് -2xj പ്ലസ് കെ. -4i -2xj പ്ലസ് കെ ആണ് നമ്മുടെ കേൾ എഫ്. ഓക്കെ, ഇനി എന്താ വേണ്ടേ? ഡെൽ ജി വേണം. ഡെൽ ജി എത്ര വരും? ഡോ ബൈ ഡോ എക്സ് ആണ്. സോ -2xi -2yj പ്ലസ് 2z. ഇതാണ് ഡെൽ ജി. ഇനി ഡെൽ ജി ഇനി എന്താ വേണ്ടേ? ഡെൽ ജി ഡോട്ട് പി വരും. ഡെൽ ജി ഡോട്ട് പി എന്ന് പറയുമ്പോൾ ബേസിക്കലി എത്ര വരുന്നത്? 2z. പി എന്ന് പറയുമ്പോൾ കെ ആണ്. സോ ബേസിക്കലി എൽ ജി ഡോട്ട് പി 2z വരും. മോഡുലസ് എടുക്കുമ്പോൾ നമ്മൾ ഇസഡിന്റെ പോസിറ്റീവ് ഡയറക്ഷനാണ്, എല്ലാ ഇസഡ് പോസിറ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് ആക്ച്വലി 2z തന്നെ വരും. ഓക്കെ, ഇനി എന്താ വേണ്ടേ? കേൾ ഓഫ് ഡോട്ട് ഡെൽ ജി. കേൾ ഓഫ് ഡോട്ട് ഡെൽ ജി എത്ര നോക്കിയപ്പോൾ എല്ലാവരും ഇതൊരു കേൾ ഓഫ് ഡോട്ട് ഡെൽ ജി പറയുമ്പോൾ 8x ശരിയാണോ? 8x പിന്നെ -2x -2y എന്ന് പറയുമ്പം പ്ലസ് 4xy. ഓക്കെ, പ്ലസ് 2z. ഇനി കേൾ ഓഫ് ഡോട്ട് ഡെൽ ജി ബൈ മോഡുലസ് ഓഫ് ഡെൽ ജി ഡോട്ട് പി എന്ന് പറയുമ്പം ബൈ 2z വരും. അതായത് വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് 4x പ്ലസ് 2xy പ്ലസ് ഇസഡ് ബൈ ഇസഡ്. ഓക്കെ, ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഈ സാധനത്തിനാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് കേൾ ഓഫ് ഡോട്ട് എൽ ജി ബൈ മോഡ്. സോ ബേസിക്കലി ഇതിനെ നമ്മൾ 4x പ്ലസ് 2xy പ്ലസ് ഇസഡ് ബൈ ഇസഡ് ഡി എ എന്ന് പറഞ്ഞ് ഇന്റഗ്രേറ്റ് ചെയ്യണം ഓവർ ദ ഏത് റീജിയൻ? നേരെ എക്സ് വൈ പ്ലെയിനിങ് പ്രൊജക്ട് ഈ സർക്കിളിൽ കൂടെ റിജക്ട് ചെയ്യണം. സോ ഈ റീജിയനിൽ എന്താ സംഭവിക്കുന്നത്? ഈ റീജിയൻ എന്തായത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സ് സ്ക്വയർ 2 ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ആക്ച്വലി നിങ്ങൾ ആ റീജിയൻ എന്ന് പറഞ്ഞാൽ ഏതാത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന റീജിയൻ ആണ്. സോ ബേസിക്കലി ഈ റീജിയനിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷേ ഇവിടെ പ്രശ്നമുണ്ട്. ഇവിടെ ഇസഡ് കിടപ്പുണ്ട്. സോ ഇസഡ് നമുക്ക് മാറ്റണം. ഇസഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം എക്സിലും വൈയിലും ആവും. ഓക്കെ, സോ ഇത് 4x പ്ലസ് 2xy പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. കാര്യം നമ്മളിപ്പോൾ ഡി എക്സ് ഡി വൈ ആക്കിയല്ലോ. ഇതിന്റെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എ ആണ്. ഇനി ഇത് സർക്കുലർ റീജിയൻ ആയതുകൊണ്ട്, ഡബിൾ ഇന്റഗ്രൽ ആയതുകൊണ്ട് ഇറ്റ് ഈസ് എളുപ്പം ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ പോളാർ കോർഡിനേറ്റ്സിൽ സർക്കുലർ റീജിയൻ ആണ്, സർക്കിൾ അല്ല. സർക്കിൾ ഉള്ളിൽ കൂടെ ഉണ്ട്. സോ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. കർവിൽ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 2 കോസ് തീറ്റ ആവും, വൈ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ ആവും. പക്ഷെ ഇവിടെ ഡബിൾ ഇന്റഗ്രൽ ആണ്. സോ ബേസിക്കലി ഏരിയ കൂടെ ചെയ്യണം. അവിടെ എക്സ് ഇസ് ഈക്വൽ 2 കോസ് തീറ്റ മാത്രമല്ല, അല്ലാത്ത പോയിന്റ്സും ഉണ്ട്. സോ അതുകൊണ്ടാണ് എക്സ് ആർ കോസ് തീറ്റ, വൈ ആർ സൈൻ തീറ്റ എടുക്കുന്നത്. വെർ യുവർ ആർ വേരീസ് ഫ്രം 0 to 2 ആൻഡ് യുവർ തീറ്റ വേരീസ് ഫ്രം 0 to 2. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഇതെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ആ ഡി എ എന്ന് പറഞ്ഞാൽ എന്താവും? ആർ ഡി ആർ ഡി തീറ്റ ആവും. ഇതൊക്കെ ഓർക്കണം. സോ ബേസിക്കലി ഇത് ഇന്റഗ്രൽ 0 to 2π ഉണ്ട്, 0 to 2 ഉണ്ട് അല്ലേ? 4x എന്ന് പറഞ്ഞാൽ 4 ആർ കോസ് തീറ്റ പ്ലസ് 4 ആർ സൈൻ തീറ്റ കോസ് തീറ്റ വരും. ശരിയല്ലേ? ശരിയാണോ? 4 ആർ സ്ക്വയർ അല്ലേ? സോ 4 ആർ കോസ് തീറ്റ 2 ഇൻറ്റു സോറി 2 ആർ സ്ക്വയർ ആണ്. സോറി. സോ 2 ഇൻറ്റു ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ പറയുമ്പോൾ 2 ആർ സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 വരും. അതുപോലെ ഡിവൈഡഡ് ബൈ 6 വരും. ഡി എ എന്ന് പറയുമ്പോൾ ആർ ഡി ആർ ഡി തീറ്റ വരും. 6 കൂട്ടിപ്പോകും. ശരിയല്ലേ? ഓക്കെ, സോ ആക്ച്വലി ഇവിടെ ഒന്നും കൂടെ എന്നിട്ട് എഴുതുവാണെങ്കിൽ 0 to 2π. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണേ. 4 ആർ കോസ് തീറ്റ പ്ലസ് ആർ സ്ക്വയർ വേണമെങ്കിൽ സൈൻ 2 തീറ്റ എടുക്കാം. 2 സൈൻ തീറ്റ കോസ് സൈൻ 2 തീറ്റയാണ്. പ്ലസ് ആർ ഡി ആർ ഡി തീറ്റ. ഓക്കെ, സോ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ആർ ചെയ്യുമ്പോൾ 0 to 2π വരും. 4 ആർ സ്ക്വയർ ബൈ 2 കോസ് തീറ്റ പ്ലസ് ആർ ക്യൂബ് ബൈ 3 സൈൻ 2 തീറ്റ പ്ലസ് ആർ സ്ക്വയർ ബൈ 2 ഇൻ ദ ലിമിറ്റ്സ് 0 to 2 ഡി തീറ്റ വരും. അതായത് ഇന്റഗ്രൽ 0 to 2π 2 കൊടുക്കാൻ നേരത്ത് 4 വരും. 4ഉം 4ഉം 6 8 കോസ് തീറ്റ. ശരിയാണോ? 16 പ്ലസ്
8/3 സൈൻ ടു തീറ്റ പ്ലസ് 4/2 എന്ന് പറയുമ്പോൾ 2 വരും. മൈനസ് കൊടുക്കുമ്പോൾ എല്ലാം 0 ആയിപ്പിക്കണം. ഓക്കെ, ടി തീറ്റ. ഇനി ഇത് വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. 0 to 2π കോസ് തീറ്റ ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞു 0 ആവും. ഫുൾ പീരീഡ് ആകുമ്പോൾ sin 2 തീറ്റ ഇൻറ്റഗ്രേറ്റ് ഓട്ടോമാറ്റിക് 0 ആവും. ആകെപ്പാടെ ഉണ്ടാകുന്നത് 2 ഇൻറ്റു 2π. ഒരു ആൻസർ ഇസ് ആക്ച്വലി ഈക്വൽ ടു 4π. ഓക്കെ, സോ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. സോ ആൻസർ ഇസ് 4π. സോ ഇതാണ്. സോ ബേസിക്കലി ഇവിടെ ഡബിൾ ഇൻറ്റഗ്രലിൻ്റെ എല്ലാം ഇവാലുവേഷൻസ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് കഴിയാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. യൂസ് സ്റ്റോക്സ് തിയറം ടു ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി ഞാൻ സ്റ്റോക്സ് തിയറി എഴുതുവാണ്. എല്ലാത്തിനും തിയറി എഴുതിക്കണം. എന്താണ് എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി കേൾ എഫ് ഡോട്ട് എൻ, കേൾ ഓഫ് ഡോട്ട് എൻ, പിന്നെ ഡി സിഗ്മ. അതിനെ നമ്മൾ എഴുതാൻ പോകുന്നത് കേൾ എഫ് ഡോട്ട് ഡെൽ ജി ബൈ മോഡുലസ് ഓഫ് ഡെൽ ജി ഡോട്ട് പി ഡി എന്ന് എഴുതും. ഓക്കെ, അതിന് വേണ്ടി സർഫസ് ഒക്കെ എഫ് തന്നിട്ടുണ്ട്. സർഫസ് ഒക്കെ മനസ്സിലാക്കണം. സോ ബൗണ്ടറി ഓഫ് ദ പോർഷൻ ഓഫ് ദ പ്ലെയിൻ 2x plus y plus z is equal to 2 in the first octant traverse clock. സോ ഇവിടെ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. സോ ഒരു ഫസ്റ്റ് ഒക്ടൻറ്റിൽ ഒരു പ്ലെയിൻ വന്ന് കിടക്കുന്നു. സോ ബേസിക്കലി ഞാൻ ഇസഡ് ഡയറക്ഷൻ എടുക്കാൻ പോകണം. ഇതുപോലെ തന്നെ ഇതുപോലെ രണ്ടും എടുക്കും. അപ്പോൾ അത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. വേറെ പരിപാടികളൊന്നും ഇല്ല. വേറെ ഒന്നും ചേഞ്ചസ് ഒന്നും ചെയ്യേണ്ട. സാധാരണ സാധനം. ഓക്കെ, സോ ഈ ഒരു സാധനം നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാം. സോ ഇത് വിഷ്വലൈസ് ചെയ്യാൻ പാടാണ്. പക്ഷെ എന്നാലും ഇതിപ്പോൾ ഞാൻ ഈ ഒരു ആ ഒരു പ്ലെയിൻ ഇങ്ങനെ എക്സ് വൈ പ്ലെയിനിലേക്ക് മാത്രം പ്രൊജക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടാൻ പോണേ? ഇസഡ് എന്തായി പോകും? ജസ്റ്റ് നിങ്ങൾക്ക് 2x plus y is equal to 2 ഇൻ ദ ഫസ്റ്റ് ഒക്ടന്റ് വരും. സോ നിങ്ങളുടെ ഫിഗർ എന്ന് പറയുമ്പോൾ എക്സ് വൈ പ്ലെയിനിൽ നമുക്ക് അത് മാത്രം മതി ചെയ്യാം. എക്സ് വൈ പ്ലെയിനിൽ എന്താ സംഭവിക്കുക? ഇസഡ് നേരെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇസഡ് 0 ആയി പോകും. ബാക്കിയില്ല അതുപോലെ ഉണ്ടാവും. സോ ബേസിക്കലി എക്സ് വൈ പ്ലെയിൻ കൊടുക്കുമ്പോൾ 2x plus y is equal to 2 ആവും. സോ നിങ്ങളുടെ ഫിഗർ എന്ന് പറയുമ്പോൾ ഓക്കെ, ഇതെന്താ ഫസ്റ്റ് ഒക്ടൻ്റ് ആണ്, 0 ഉണ്ട്. അപ്പം എക്സ് 1 ആകുമ്പോൾ ബേസിക്കലി ഇതാവും. അതുപോലെ y 2 ആവും. സോ ബേസിക്കലി ഈ ഒരു ടൈപ്പ് റീജിയൻ, ഈ ഒരു റീജിയൻ ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1 0, ഇവിടെ വരുമ്പം വൈൻ്റെ വാല്യൂ 0 2. ഓക്കെ, സോ ഇതാണ് ആ ഒരു ട്രയാങ്കുലർ ഷേപ്പ് റീജിയൻ ആണ് നിങ്ങൾക്ക് എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ വരാൻ പോകുന്നത്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഫിഗർ കാണിക്കാം. വിഷ്വലൈസ് ചെയ്യാൻ കുറച്ച് പാടാണ്. അതായത് ഇതാ ഈ റെഡ് ഷേപ്പിലുള്ള സാധനമാണ് നമ്മുടെ പ്ലെയിൻ. അതായത് 2x plus y plus z is equal to, അത് നമ്മുടെ ഫസ്റ്റ് ഒക്ടൻ്റിലുള്ള ആ എക്സ് ഇസ് ഈക്വൽ ടു 0, y ഇസ് ഈക്വൽ ടു 0, z ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഇങ്ങനെ അവിടെ വരച്ചിരിക്കുന്നത്. സോ നിങ്ങൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിടക്കും, ചരിഞ്ഞ് കിടക്കും. ഇനി ഫസ്റ്റ് ഒക്ടൻ്റിൽ ദൂരെ നോക്കുമ്പോൾ ദാ ഇതുപോലത്തെ ഒരു ട്രയാങ്കുലർ ഷേപ്പ് റീജിയൻ നിങ്ങൾക്ക് കിട്ടും സർഫസ്. അതാണ് നമ്മുടെ പ്ലെയിൻ. സോ ആ നേരെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ എന്താണെന്നുള്ളതാണ്. എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ നേരെ അത് സർക്കിളായിട്ട് മാറും. അത്രേ ഉള്ളൂ. ആ സാധനം സർക്കിളായിട്ട് മാറും. സർക്കിൾ അല്ല, സോറി, ട്രയാങ്കുലർ ഷേപ്പ് റീജിയൻ ആയിട്ട് മാറും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ കാണിച്ചത്. ഓക്കെ, സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ എന്തൊക്കെ വേണം നമുക്ക്? നമുക്ക് ഡെൽ ജി വേണം. ഡെൽ ജി എത്രയാ? അതിനിപ്പോൾ കേൾ എഫ് കണ്ടുപിടിക്കാമല്ലോ. ഓൾറെഡി എപ്പോഴും. സോ കേൾ എഫ് കണ്ടുപിടിച്ച് എല്ലാവരും കറക്റ്റായിട്ട് കണ്ടുപിടിക്കണേ. കേൾ എഫ് എത്രയാണ്? ഐ, ഓക്കെ, ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. ഇവിടെ എക്സ് എക്സ് ഇസഡ് എക്സ് വൈ 3x z, ശരിയല്ലേ? എക്സ് ഇസഡ് എക്സ് വൈ 3x z. ഓക്കെ, സോ ഇതെന്തൊരു ഐ ഇൻറ്റു നോക്കിയേ, ഡോ ബൈ ഡോ ഐ 3x z 0, ഡോ ബൈ ഡോ ഇസഡ് 0. ഓക്കെ, മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പം 3z വരും. മൈനസ് ഡോ ബൈ ഡോ ഇസഡ് എന്ന് പറയുമ്പോൾ എക്സ് വരും. പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പം വൈ വരും. ഡോ ബൈ ഡോ വൈ എന്ന് പറയുമ്പം ഒന്നുമില്ല. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ് ഈസ് എക്സ് മൈനസ് 3z ഇൻറ്റു ജെ പ്ലസ് വൈ കെ. ശരിയാണോ? ഒന്നും കൂടെ വെരിഫൈ ചെയ്യാം. ഐ ഇൻറ്റു 0 മൈനസ് ഡോ ബൈ അതും 0 വരും. ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് 3z, അതുപോലെ തിരിച്ചു വരുമ്പം എക്സ്, അതുപോലെ കെ വരുമ്പം അത് വൈ വരും. തിരിച്ചുള്ള 0 വരും. സോ ബേസിക്കലി ഇതാണ് എക്സ് മൈനസ്, ഇതാണ് നമ്മുടെ കേൾ ഓഫ് എക്സ് മൈനസ് 3z ജെ പ്ലസ് വൈ കെ. ഇതാണ് ഏതാണ് കേൾ ഓഫ്. ഓക്കെ, ഇനി എന്തൊക്കെ വേണം? ഡെൽ ജി വേണം. ഓക്കെ, ജി ഉണ്ടല്ലോ. ജി എത്രയാ? ജി എന്ന് പറഞ്ഞാൽ 2x plus y plus z is equal to 2 ആണ്. സോ ഡെൽ ജി എന്ന് പറയുമ്പോൾ എക്സ് ഇസഡ് പോസിറ്റീവായിട്ട് തന്നെ എടുക്കുവാണ്. അതുകൊണ്ടാണ് കൗണ്ടർ ക്ലോക്ക് വൈസ് കിട്ടുന്നത്. സോ വേരിയേഷൻ ഒന്നും ചെയ്യേണ്ട, ഇതുപോലെ ചെയ്യാം. ഇസഡ് നെഗറ്റീവ് ആയിരുന്നു നിങ്ങൾ 2 മൈനസ് എന്ന് പറഞ്ഞാൽ കൊടുക്കണം. ഇവിടെ അതൊന്നും പ്രശ്നമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കലി ഇത് തന്നെ ചെയ്യാം. ഓക്കെ, സോ ഇതെന്താവും? ഡോ ഡോ ജി ബൈ ഡോ എക്സ് പറയുമ്പം 2y പ്ലസ് ജെ പ്ലസ് കെ. ശരി, 2y പ്ലസ് ജെ പ്ലസ് കെ വരും. ഓക്കെ, ഇനി ഡെൽ ജി ഡോട്ട് പി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡെൽ ജി ഡോട്ട് കെ തന്നെയാണ്. അത് ആക്ച്വലി നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, സോ ഡെൽ ജി 2i
പ്ലസ് ജെ പ്ലസ് കെ വരും. ഡെൽ ജി ഡോട്ട് പി എന്ന് പറയുമ്പം വരാൻ പോകുന്നത് ജസ്റ്റ് കെ ഡോട്ട് കെ ആണ്. 1 വരും. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ വരും? കേൾ ഓഫ് ഡോട്ട് ഡെൽ ജി. കേൾ ഓഫ് ഡോട്ട് ഡെൽ ജി പറയുമ്പോൾ എന്താ വരിക? കേൾ ഓഫ് ഡോട്ട് ഡെൽ ജി ബൈ മോഡുലസ് ഓഫ് ഡെൽ ജി ഡോട്ട് പി എന്ന് പറയുമ്പോൾ കേൾ ഓഫ് ഡോട്ട് ചെയ്യുമ്പം ഐയുടെ കൂടെ ഒന്നുമില്ല, ജെയുടെ കൂടെ ചെയ്യുമ്പം എക്സ് മൈനസ് 3z വരും. അതുപോലെ കെയുടെ കൂടെ ചെയ്യുമ്പം പ്ലസ് വൈ വരും. ശരി, എക്സ് മൈനസ് 3z പ്ലസ് വൈ വരും. ഡിവൈഡഡ് ബൈ 1 ആണ്. സോ ഇത് കൊണ്ടവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഇൻ്റഗ്രൽ എക്സ് മൈനസ് 3z പ്ലസ് വൈ ഡി എ വരും. അപ്പോൾ നമ്മുടെ റീജിയൻ എന്ന് പറയുമ്പോൾ ഓളി കാണിച്ചു തന്നായിരുന്നു ഏതാണ്, ഇതാണ് ആ റീജിയൻ. ആ ഒരു ട്രയാങ്കുലർ ഷേപ്പ് റീജിയൻ കിട്ടും. അതിൻ്റെ ലിമിറ്റ്സ് കൊടുക്കും. പക്ഷേ ഇവിടെ പ്രശ്നം വെച്ചാൽ ഓൾറെഡി ഇസഡ് ഉണ്ടാവും. സോ ഇസഡിനെ ഒന്ന് മാറ്റണം. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡ് നമുക്ക് ഓൾറെഡി ഇക്വേഷൻ നോക്കാം. 2x പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ഇസഡ് എന്താവും? 2 മൈനസ് 2x മൈനസ് വൈ. ഇത് കൊടുത്തിട്ട് എക്സിന് മൊത്തം എക്സിലും വൈയിലും ആക്കണം ആ ഡബിൾ ഇൻ്റഗ്രൽ. ഓക്കെ, സോ ഇതെന്താവും? എക്സിലും വൈയിലും ആക്കുകയാണെങ്കിൽ എക്സ് മൈനസ് 3 ഇൻറ്റു ഇസഡിന് പകരം 2 മൈനസ് 2x മൈനസ് വൈ പ്ലസ് വൈ വരും. സോ ഒന്ന് കറക്റ്റ് ആക്കി കൊടുത്ത എല്ലാവരും എന്തൊരു എക്സ് മൈനസ് 6 പ്ലസ് 6x പ്ലസ് 3y പ്ലസ് വൈ വരും. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് 7x പ്ലസ് 4y മൈനസ് 6. ശരിയാണെന്ന് നോക്കുക. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് പറയണേ. ഓക്കെ, സോ ദിസ് ഈസ് സോ ഇൻ്റഗ്രൽ 7x അല്ലേ പ്ലസ് 4y മൈനസ് 6 ഡി എ വരും. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡി എക്സ് ഡി വൈയോ ഡി വൈ ഡി എക്സോ എന്താണെങ്കിലും കൊടുക്കാം. ഡി എക്സ് ഡി വൈയോ ഡി വൈ ഡി എക്സോ എന്തുവേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് സൗകര്യം പോലെയാണ്. അതിനുവേണ്ടി ലിമിറ്റ്സ് നോക്കാൻ വേണ്ടി എന്താ ചെയ്യുക? ആ റീജിയൻ ഐഡൻറ്റിഫൈ ചെയ്യണം. എക്സ് വൈ സാധനം ആ റീജിയൻ പറഞ്ഞാൽ ഏതാണ്? ഇത് ഇതാണ് ആ സാധനം. ഏതാണ്? ഈ ലൈൻ എന്ന് പറഞ്ഞാൽ 2x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2 ആണ്. ഈ പോയിന്റ് 2x പ്ലസ് വൈ ആകുമ്പോൾ ഇത് 1 0 ആണ്. ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 2 ആണ്. സോ ഐ തിങ്ക് നമുക്ക് y ഈസ് ഈക്വൽ ടു കൊടുക്കാം. സോ ബേസിക്കലി ഇതിനെ ഇപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഞാനിപ്പം ഡി വൈ ഡി എക്സ് എടുക്കുന്നത് വിചാരിക്കാം. ഡി വൈ ഡി എക്സ് ആണെങ്കിൽ എക്സിൻ്റെ ഫുൾ ലിമിറ്റ്സ് കൊടുക്കുക. എത്രയാണ്? 0 to 1. വൈ എങ്ങനെ വേരി ചെയ്യുന്നത്? വൈ ഈ ലൈൻ മുതൽ ഈ ലൈൻ വരെ അല്ലേ. സോ വൈ ഈസ് വേരിയിങ് ഫ്രം 0 to 2 മൈനസ് 2x. തിരിച്ചാണെങ്കിൽ എക്സ് ഈസ് വേരിയിങ് ഫ്രം 0 to 2 മൈനസ് വൈ ബൈ 2 വരും. അതുപോലെ വൈ ഈസ് വേരിയിങ് ഫ്രം 0 to 2 വരും. പക്ഷേ വൈ ബൈ 2 ഒക്കെ വരുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് ഞാൻ ഡി വൈ ഡി എക്സ് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ വേണമെങ്കിൽ ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. 4y പ്ലസ് 7x മൈനസ് 6 എടുക്കാം. കാര്യം എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തോ വരും? സോ ദിസ് ഇസ് ആക്ച്വലി ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രേഷൻ കറക്റ്റാണ് നോക്കണേ. 4y² by 2 plus 7x minus 6 into y in the limits 0 to 2 minus 2x. Okay, so then the 0 to 1, 2 into 2 minus 2x the whole square. Okay, plus 7x minus 6 into 2 minus 2x. ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ആൻസർ. ഇത്രേ ഉള്ളൂ. ഓക്കെ, സോ സിംപ്ലിഫൈ ചെയ്താൽ എല്ലാവരും ഇതൊരു ഇഷ്ടമുള്ള രീതി സിംപ്ലിഫൈ ചെയ്യാം. സോ 2 മൈനസ് 2x ഞാൻ പുറത്തേക്ക് എടുത്താൽ ഇത് 2 into 2 മൈനസ് 2x പറയുമ്പോൾ 4 മൈനസ് 4x പ്ലസ് 7x മൈനസ് 6 ഡി എക്സ്. അപ്പോൾ ഇത് എത്രയാണ്? ശരിയാണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും റിവേഴ്സ് എനിക്ക് പറയണം. 2 മൈനസ് 2x ഇൻറ്റു 3x മൈനസ് 2 വരും. ഓക്കെ, ഡി എക്സ്. ഇനി സാധനം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ബേസിക്കലി 0 to 1 ശരിയാണ്. 6x മൈനസ് 4 minus 6x minus 4 minus 6x square plus 4x in the limits 0 to 1. ശരിയാണോ? 6x minus 4 minus 6x square plus 4x വരും. 0 to 1 കൊടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 6x square 6x plus 4x 10x ആണ്. സോ 10x square by 2 minus 4x minus 6x cube by 3 in the limits 0 to 1. Substitute here. So we'll be getting 5 minus 4 minus 2. 5 minus 4 minus 2 വരും. So minus 6 minus 1 വരും. ശരിയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഇൻ്റഗ്രേഷൻ എറേഴ്സ് ഉണ്ടോ നോക്കണം ജസ്റ്റ്.
അത് 10x 10x² ബൈ 2 -4x -6x³ ബൈ 3 വരും. സോ -2 വരും. ഇവിടെ -4 വരും. ഇവിടെ 5 വരും. ഓക്കെ. സോ ഇതാണ് ആൻസർ. ഓക്കെ. സോ ഇതാണ് സ്റ്റോക്സ് തിയറം. ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കണം. കാര്യം എന്തായാലും 15 മാർക്സിന് വരാൻ പോകുന്ന സ്റ്റോക്സ് തിയറം ആയിരിക്കും. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. താങ്ക് യു.